ഗൂഗിൾ സെർച്ചിൽ ഒന്നാമതായി ബബ്ബബ്ബ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിക്ക് പിന്നാലെ നടൻ ദിലീപ് നായകനായെത്തുന്ന ചിത്രം ബബ്ബബ്ബ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സാധാരണ സിനിമകൾ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ആ പതിവ് തെറ്റിച്ച് വ്യാഴാഴ്ചയാണ് ബബ്ബബ്ബ പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിൽ ദിലീപിനൊപ്പം മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇപ്പോഴിതാ റിലീസ് ദിനം തന്നെ ഗൂഗിൾ സെർച്ചിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നു ബബ്ബബ്ബ. തിയേറ്ററുകളിൽ ദിലീപ് ഫാൻസിന്റെ വമ്പൻ പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന സിനിമയ്ക്ക് വിവിധ ഫാൻസിന്റെ വമ്പൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കൂടാതെ സിനിമയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ ദിലീപിന്റെ പ്രകടനം ഗംഭീരം എന്ന പ്രതികരണങ്ങളും എത്തുന്നുണ്ട്. പൊതുവിൽ ഒരു വിഭാഗം പ്രേക്ഷകർ ദിലീപിന്റെ സിനിമകൾ ഇനി തിയേറ്ററിൽ പോയി കാണില്ല എന്ന രീതിയിൽ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും വരുമ്പോഴാണ് ദിലീപിന്റെ ചിത്രം ഇന്ന് രാവിലെ തിയേറ്ററിലെത്തിയത്. ലോജിക്കില്ല, മാജിക് മാത്രം എന്ന സിനിമയെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉന്നയിച്ച വിമർശനങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെയാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. കോടതി വിധി വന്ന ദിവസം തന്നെ മോഹൻലാൽ ചിത്രത്തിന്റെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ കേവലം ഒരു സിനിമാ പ്രമോഷനപ്പുറം വലിയ പ്രതിഷേധങ്ങൾ സിനിമ വഴിവെച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം സിനിമ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും സജീവമാണ്.